ഇലക്ഷൻ ഇവിടെ തൊട്ടടുത്ത സമയങ്ങളിലായി, വളരെ കുറഞ്ഞ ദിവസങ്ങളെ നമ്മൾ മുമ്പിലുള്ളൂ. പ്രചരണം അവസാനിക്കാൻ പോവാണ്. അപ്പോൾ എന്ത് തോന്നുന്നു കുറുക്കോളി മൊയ്തീൻ സാഹിബിന്റെ വിജയത്തിന്? കുറുക്കോളി മൊയ്തീൻ സാഹിബ് വിജയിക്കുമോ അതോ അബ്ദുറഹ്മാൻ വിജയിക്കോ? സഖാവ് അബ്ദുറഹ്മാൻ എന്ന് പറയണം, കാരണം ഇപ്പൊ ചിഹ്നത്തിലുള്ള ചിഹ്നത്തിലാണ് മത്സരിക്കേണ്ടത്. പിന്നെ കുറുക്കോളി സാഹിബ് ഇവിടെ ഇപ്പത്തെ ഒരു ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 10ന്റെ മേലെ കണ്ടിട്ട് ഭൂരിപക്ഷം ഉണ്ടാവും. 10,000ന്റെ മേലെ കണ്ടിട്ട് ഭൂരിപക്ഷം. കഴിഞ്ഞ പ്രാവശ്യത്തെ ഭൂരിപക്ഷത്തിന് ഓവർടേക്ക് ചെയ്യും തീർച്ചയായിട്ടും. ഇവിടെ പണാധിപത്യമല്ല നടക്കുന്നത് മൊത്തത്തില്. പിന്നെ കൈകൾ ശുദ്ധമാണ് അറിഞ്ഞാണ്ട് മൂപ്പര് സത്യമാണ് ഇത് പറഞ്ഞത്. കൈകൾ ശുദ്ധം തന്നെയാണ്. അതിന് എന്ത് ട്രോള് വന്നിട്ടും കാര്യമില്ല. അല്ല, അത് എതിർപക്ഷം പോലും മനസാക്ഷിക്കുള്ളിൽ അംഗീകരിക്കണം. അത് അത്രേ ഉള്ളൂ. പിന്നെ അബ്ദുറഹ്മാൻ താന്നൂരാണെങ്കിൽ നാറിയ തോൽവിച്ച വളരെ നാറിയ തോൽവിയോടെ തോറ്റിന്ന്. ഇവിടെ ആയതുകൊണ്ട് അബ്ദുറഹ്മാൻക്ക് പേടിക്കാനില്ല, അന്തസ്സായിട്ട് തോൽക്കാം. അങ്ങനെ പ്രശ്നം വരുന്നത്. അവിടെ ആണെങ്കിൽ നാറിയ തോൽവി. ഇവിടെ ആവുമ്പോ ഒരു പ്രശ്നമില്ല. മൂപ്പർക്ക് ടെൻഷൻ വേണ്ട, കാര്യങ്ങളൊന്നും വേണ്ട, മാന്യമായി തോൽക്കാം. പറയാനുള്ളൂ. 10ന്റെ മേലെ കണ്ടിട്ട് ഭൂരിപക്ഷം ഉണ്ടാവും. അതിന്റെ കൂടെ ഒരു കേരളം 2 തവണ ആയല്ലോ പിണറായി വിജയന്റെ ഭരണം, നേതൃത്വത്തിൽ ഭരണം നടക്കുന്നത്. അപ്പൊ അവര് പറയുന്നു 3ാം തവണയും കയറി വരുന്നു. ആര്? CPM. അങ്ങനെ തോന്നുന്നുണ്ട്. തീർച്ചയായിട്ടും വരണോ. അങ്ങനെ വന്നാൽ എന്താണെന്നറിയോ, അത് ഈ പ്രാവശ്യത്തോട് കൂടിയാണ്ട് ഇല്ലാതാവും. നമുക്ക് കാലാകാലത്തിന് അതാണ് പോവില്ലല്ലേ, ഇല്ലാതാവും. അതായത് നിങ്ങളുടെ അഭിപ്രായത്തില് അങ്ങനെ ഒരു സംഭവം ഇല്ലാന്ന് പറഞ്ഞു? അങ്ങനെ സംഭവം ഉണ്ടാവും. UDF അധികാരത്തിൽ വരും. സാധാരണ ഇതിൽ കേരളക്കാരുടെ സ്വഭാവം 5 വർഷം ഒരു ടീമിന് കൊടുത്താൽ, 5 വർഷം ഒരു ടീമിന് കൊടുത്താൽ പിന്നെ 5 വർഷം മറ്റൊരു പാർട്ടി കൊടുക്കലാണല്ലോ പൊതുവേ ഉള്ളത്. ആ കോവിഡ് സാഹചര്യങ്ങളൊക്കെ ഒരു പക്ഷേ അവർക്ക് അനുകൂലമായി മാറി. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ 2ാം വട്ടം ഭരണം അവരുടെ കയ്യിൽ വന്നതെന്നാണ്. അപ്പൊ ആ ഒരു തെറ്റിന്റെ ഭവിഷ്യത്തുകൾ ശരിക്കും ഈ 5 വർഷം കൊണ്ട് അനുഭവിച്ച് തീർത്തു ജനങ്ങൾ എന്ന് മനസ്സിലാക്കുന്നില്ല. ശരിക്കും 10 വർഷം തന്നെ ജനങ്ങൾ നല്ല കുടുക്കിലാണ് പെട്ടുകിണ്ടത്. പെരും കുടുക്കിലാണ് പെട്ടത്. പിന്നെ രാജഭരണാണ് നടക്കുന്നത്. രാജഭരണാണ് ഇവിടെ നടക്കുന്നത്. ലീഗ് MSFന് സീറ്റ് കൊടുത്ത്, യൂത്ത് ലീഗിന് സീറ്റ് കൊടുത്ത്, കോൺഗ്രസ് KSUവിന് സീറ്റ് കൊടുത്ത്, യൂത്ത് കോൺഗ്രസിന് സീറ്റ് കൊടുത്ത്. ഇതിൽ ആരാണ് ഒരു മാറ്റം വന്നു കിട്ടത്? പക്ഷെ ഇവരെന്നെ നിക്കണം കേട്ടോ. ഈ മന്ത്രിമാർ ഈ മന്ത്രിസഭന്നെ അതേമാതിരി നിക്കണം. എന്നാലേ ജനങ്ങൾക്ക് അതിനുള്ള മറുപടി കൊടുക്കാൻ പറ്റുള്ളൂ. മുന്നേറ്റം ഉണ്ടാവും. 100 സീറ്റിന്റെ മേലെ കണ്ടിട്ട് UDF തീർച്ചയായിട്ടും 100 സീറ്റിന്റെ മേലെ UDF കേരളത്തിൽ ഭരണം പിടിക്കും ചെയ്യുമെന്നാണ് അഭിപ്രായം. അപ്പൊ ഓക്കെ, താങ്ക് യു.